യെസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാനുള്ളത്. അൺബോക്സിംഗ് ഒരു വെയിറ്റുള്ള ഒരു പെട്ടിയാണ്. അതായത് അപ്പേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈറ്റ് ബ്രാൻഡ് ഉണ്ട്. നമ്മുടെ ഫോട്ടോഗ്രാഫിക്കും സിനിമാറ്റോഗ്രാഫിക്കൊക്കെ യൂസ് ചെയ്യുന്ന ലൈറ്റും എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ബ്രാൻഡാണ് അപ്പേച്ചർ എന്ന് പറയുന്നത്. ആ ഒരു ബ്രാൻഡ് നമുക്ക് അയച്ചു തന്ന ഒരു 2 ഗിഫ്റ്റാണ് ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ അമ്രാൻ P60C എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലൈറ്റാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റ് അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ ഇതിലേക്ക് ഞാൻ എത്തിച്ചേർന്ന ഒരു ചെറിയൊരു സ്റ്റോറിയാണ്. അതൊന്ന് പറഞ്ഞു വരാം. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക് ഡോഗ് ബൈ ഹരീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്തുള്ള ഹരീഷ് ഏട്ടനെ വളരെ പേഴ്സണലായിട്ട് തന്നെ അറിയാം. അപ്പോൾ നമ്മൾ ഈ നല്ല സിനിമാറ്റിക് വീഡിയോ എടുക്കുന്നതിനെ പറ്റിയിട്ടും നല്ല നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും നല്ല ക്യാമറയെ പറ്റിയിട്ടും ഒക്കെ സംസാരിക്കാറുണ്ട്. ആ സമയത്താണ് നമ്മുടെ അങ്കമാലി വെച്ചിട്ട് ഫോട്ടോ ഫെസ്റ്റ് നടന്നത്, ഓൾ കേരള ഫോട്ടോ ഫെസ്റ്റ്. അപ്പോൾ അതിന് എനിക്ക് പങ്കെടുക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. അപ്പോൾ പലരും ആലോചിക്കുന്നുണ്ടായിരിക്കും എന്തോന്നാണത്. അതായത് ഈ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ക്യാമറ, ലൈറ്റിംഗ് ഇതിലൊക്കെ ഭയങ്കരമായിട്ട് ക്രേസുള്ള മനുഷ്യർക്ക് അല്ലെങ്കിൽ ഭയങ്കര സ്കില്ലുള്ള മനുഷ്യർക്ക് നിങ്ങളൊരു ഫോട്ടോഗ്രാഫറാണോ വീഡിയോഗ്രാഫറാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരിപാടി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്യാമറ മാനുഫാക്ചേഴ്സും അതുപോലെ തന്നെ ലൈറ്റ് എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സും ക്യാമറ അക്സസറീസ് മാനുഫാക്ചേഴ്സും അവിടെ സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിലിം മേക്കിങ്ങും അല്ലെങ്കിൽ ക്യാമറ, ഓഡിയോ ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ഹെവൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പോയി കയറിയ സമയത്ത് അതിനകത്തുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണി, ടാമ്രോൺ, സ്മോൾ റിഗ്സ്, അതുപോലെ തന്നെ വീഡിയോ ലിങ്ക്സ്, നമ്മുടെ ക്യാമറ വാങ്ങിച്ച വീഡിയോ ലിങ്ക്സ്, കാനൺ, ഫ്യൂജി ഫിലിം, നൈക്കൺ ഇതേപോലുള്ള എല്ലാ ബ്രാൻഡുകളുടെയും എന്താ പറയുക ക്യാമറകളും അതുപോലെ തന്നെ നമ്മുടെ അപ്പേച്ചറിനൊരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പേച്ചറിൻ്റെ എല്ലാ വെറൈറ്റി ലൈറ്റും അതുപോലെ തന്നെ ഡയറ്റിയുടെ എല്ലാ മൈക്കുകളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. എനിക്ക് ആക്ച്വലി അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ക്യാമറയിൽ വെക്കാനായിട്ട് എൻ്റെ അടുത്ത ബക്കറ്റ് ലിസ്റ്റിൽ വെക്കേണ്ട പ്രോഡക്റ്റുകളെല്ലാം എനിക്ക് ലൈവായിട്ട് എൻ്റെ ക്യാമറയിൽ ഫിക്സ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള പല പ്രോഡക്റ്റുകളും അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ റെഡ് ക്യാമറ കൈകൊണ്ടെടുക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയായിരുന്നു നമ്മൾ. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി സാധിച്ചില്ല. അത് നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ഇനി വരുന്ന കുറച്ച് വീഡിയോസിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ ഞാൻ തരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത്. ശരിക്കും ഞാൻ അവിടെ ഇൻവൈറ്റ് ചെയ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക് ടോക്ക് ബൈ ഹരീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലുള്ള ഹരീഷ് ഏട്ടൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ് ചെയ്തത്. അവിടെ ഒരു ചെറിയൊരു ക്രിയേറ്റേഴ്സ് ടോക്കാണ് അവിടെ ഉണ്ടായത് നമ്മുടെ അപ്പേച്ചറിൻ്റെ സ്റ്റോളിൽ വെച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ അറിയാത്തവരും അറിയുന്നവരും എല്ലാവരുമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റി. ഒരുപാട് നല്ല നല്ല മനുഷ്യരെ കണ്ടുമുട്ടാനായിട്ട് പറ്റി. പിന്നെ നിങ്ങളിൽ പല സബ്സ്ക്രൈബേഴ്സും, എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സെൽഫീസ് എടുത്തു, സംസാരിച്ചു. അതിനകത്ത് കുറേ പേര് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. എന്നെ മോഡലിനെ പോലെയൊക്കെ കൊണ്ടുവരുത്തി കുറേ ഫോട്ടോ എടുത്തു. അതൊക്കെയാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പേർക്കും ഒരുപാട് നന്ദി ആദ്യം തന്നെ ഞാൻ പറയുകയാണ്. അവിടെ എന്നെ മീറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ടും ഒക്കെ വന്ന എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ശരിക്കും അതൊരു എന്താ പറയട്ടെ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. കാരണം ഞാൻ യൂട്യൂബിലേക്ക് വന്നതിന് ശേഷം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നേരിട്ട് എനിക്ക് കാണാനും സെൽഫി എടുക്കാനൊക്കെ പറ്റിയ ഒരു ഫസ്റ്റ് മൊമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ ഒരു മൊമെൻ്റ് ഉറപ്പായിട്ടും എനിക്ക് അത്രത്തോളം ഗ്രേസ്ഫുൾ ഉള്ളതായിരുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. അതിനുശേഷം നമ്മളവിടെ ടോക്കുകൾ കാര്യങ്ങളൊക്കെ നടത്തി. ലൈക്ക് എൻ്റെ യൂട്യൂബ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ എൻ്റെ കൂടെ വന്ന ഫവാസ്, മിൽട്ടൺ ചേട്ടൻ്റെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഫർഹാൻ്റെ എക്സ്പീരിയൻസ്, ഹരീഷ് ചേട്ടൻ്റെ എക്സ്പീരിയൻസ് എല്ലാം പറഞ്ഞു. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ ഫവാസിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അഡോപിക്സ് ചാനലിലെ ഫവാസിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മീറ്റ് ചെയ്യേണ്ട കുറേ ആളുകളെ മീറ്റ് ചെയ്യാൻ പറ്റി. ഫർഹാൻ, ഹീസ് സോ കൈൻഡ്, ഭയങ്കര പാവമാണ്. അതുപോലെ തന്നെ ഫർഹാനെ നിങ്ങൾക്ക് അറിയാൻ തോന്നും, മല്ലു ഡിസ്കവറി TV. പിന്നീട് നമ്മുടെ ഹരീഷ് ചേട്ടൻ പൊളിയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ മിൽട്ടൺ ചേട്ടനെ എനിക്ക് ഇതിന് മുന്നേ അറിയാം. OnePlusൻ്റെ ഇവൻറ്റുകൾക്ക് ഞാൻ പോയ സമയത്ത് പരിചയപ്പെട്ടതാണ് മിൽട്ടൺ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട്, മിൽട്ടോഗ്രഫി എന്നാണ് പുള്ളിക്കാരൻ്റെ ചാനലിൻ്റെ പേര്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഒരുപാട് ടിപ്പുകളും ട്രിക്കുകളൊക്കെ പഠിക്കാൻ പറ്റി. ഹീസ് എ പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ. അപ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. ഇനി നമ്മുടെ എന്താ പറയുക അൺബോക്സിങ്ങിലേക്ക് കിടക്കുന്നതിന് മുന്നേ അപ്പോൾ ആ ഒരു ഇവൻറ്റിന് പങ്കെടുത്ത എല്ലാവർക്കും അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിൽ വന്ന ക്രിയേറ്റേഴ്സിന് അപ്പേച്ചർ ഒരു സമ്മാനം അയച്ചു തന്നു. 2 എണ്ണം ഉണ്ടായിരുന്നു സമ്മാനം. ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ വി മൈക്ക്
D3 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോർട്ട് ഗൺ മൈക്ക്. അതായത് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് റോഡ് NT-G5 ആണ്. ഇത് പവർ ചെയ്യാനായിട്ട് ഒരു എക്സ്റ്റേണൽ സോഴ്സ് വേണം. അതായത് ഇതേപോലെ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ, അത് ഫാൻഡം പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലോ നിങ്ങളുടെ ക്യാമറയിലോ ഒക്കെ കണക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഹൈ ക്വാളിറ്റി മൈക്കാണ് ഡയറ്റിയുടേത്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ക്യാമറയിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഒരു സെക്കൻഡ്. അപ്പോൾ ബേസിക്കലി ഇതാണ് നമ്മുടെ ആ ഒരു മൈക്ക് എന്ന് പറയുന്നത്. കണ്ടോ, ഒരു ഷോർട്ട് ഗൺ മൈക്കാണ്. നിങ്ങളുടെ ക്യാമറയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റിയ ഒരു ഷോർട്ട് ഗൺ മൈക്ക്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അസാധ്യ ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഉറപ്പായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. അതിനുശേഷം നമുക്ക് കിട്ടിയതാണ് ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു ലൈറ്റ് വാങ്ങണമെന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചതാണ്. അപ്പോൾ താങ്ക് യു അപ്പേച്ചർ ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ്. ആ ഒരു മൈക്കും ഈ ലൈറ്റും അടിപൊളിയാണ്. ആൻഡ് നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാം. കൂടുതൽ സമയമൊന്നും കളയണ്ട. ശരിക്കും പറഞ്ഞാൽ ഇതൊരു LED ലൈറ്റാണ്. അപ്പോൾ അതാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒരു 3 പാക്കേജിലായിട്ടാണ് വരുന്നത്. ഒന്നാമത്തേൽ നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ അമറാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കുട്ടി ബാഗ്. അതിൻ്റെ അകത്ത് നമുക്ക് ഡിഫ്യൂസറാണ് വരുന്നത്. നമ്മുടെ ലൈറ്റ് ഡിഫ്യൂസ് ചെയ്യാനായിട്ടുള്ള ഡിഫ്യൂസറാണ് വരുന്നത്. ആ ഒരു ഫസ്റ്റ് ഇനിഷ്യൽ ഡിഫ്യൂസർ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ വരുന്നത് നമ്മുടെ ഹണി കോംബ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിൽ ഒരു ഗ്രിഡ് ഇടാൻ പറ്റും. അതായത് കുറച്ചുകൂടി കൺട്രോൾ ചെയ്ത് ലൈറ്റിനെ ഒരു സർഫസിലേക്ക് കൊടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നീടാണ് നമ്മുടെ ലൈറ്റ് ഇവിടെ വരുന്നത്. നല്ലൊരു ബാഗിലാണ് കേട്ടോ വരുന്നത്. ഓ വാവ്, കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അമറാൻ P60C. സോ ഇതാണ് നമ്മുടെ ലൈറ്റ്. കണ്ടോ, അതിൻ്റെ ബോട്ടം സൈഡിലായിട്ട് നമുക്കിത് സ്ക്രൂ മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റും. എൻ്റെ ഇവിടെ ഏതോ ഒരു മൗണ്ട് എക്സ്ട്രാ ഉണ്ട്. അതിനകത്ത് ഞാൻ മൗണ്ട് ചെയ്ത് കാണിക്കാം. പിന്നെ പുറകിലായിട്ട് നമുക്ക് 2 ബാറ്ററി ഇടാനായിട്ടുള്ള, അതായത് ഇത് ബാറ്ററിയിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം, അതുപോലെ തന്നെ കറണ്ടിൽ ഡയറക്റ്റ് പവറിലും വർക്ക് ചെയ്യിപ്പിക്കാം. പിന്നീട് നമ്മുടെ കൺട്രോൾസ്, കളർ അഡ്ജസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബാക്കിയുള്ള കൺട്രോൾസ് ഇവിടെ നമുക്കൊരു ബട്ടണിലായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതങ്ങ് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ വരുന്നുണ്ട്. പേപ്പർ ബോക്സ്, നമുക്കിതിൻ്റെ പവർ അഡാപ്റ്റേഴ്സ്. നമ്മുടെ പവർ അഡാപ്റ്റർ നമ്മുടെ നോർമൽ അപ്പേച്ചറിൻ്റെയൊക്കെ ലൈറ്റിൽ വരുന്നത് പോലെ തന്നെ കേട്ടോ. ഒരു വലിയ ഓക്കെ. ഇതെങ്ങനെയാണ് ഇത് ലൈറ്റ് വർക്കാവുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. അതിന് മുന്നേ ബാക്കി എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് നോക്കാം. നമുക്ക് വേറൊരു മൗണ്ടും കൂടി വരുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വേറെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ മൗണ്ട് ചെയ്ത് വെക്കണം, നമ്മുടെ ലൈറ്റിൻ്റെ സ്റ്റാൻഡിൽ തന്നെ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൗണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഫോർ നൗ നമുക്കിതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റി വയ്ക്കാം. കാരണം ഇത് ഓരോ ആംഗിളിൽ നമുക്ക് വയ്ക്കാൻ പറ്റും. ഹെയർ ലൈറ്റായിട്ട് കൊടുക്കാം, അങ്ങനെ ഒരുപാട് രീതിയിൽ കൊടുക്കാൻ പറ്റും. ശരിക്കും അപ്പേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനെ പറ്റിയിട്ടൊക്കെ ഞാൻ അറിയുന്നത് ഡാനിയൽ ഷിപ്പർ, പീറ്റർ മെക്കനൻ ഇതേപോലുള്ള വലിയ വലിയ ആളുകളുടെ വീഡിയോയിലാണ്. അപ്പോഴൊന്നും ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ ഒരു പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡുമായിട്ട് എനിക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും, അവർ ഓഫർ ചെയ്യുന്ന ഒരു വേദിയിലിരുന്ന് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം. അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് വർക്ക്, നമ്മൾ ഓരോ ചാനലിലും എടുക്കുന്ന എഫേർട്ടിന്, നമ്മളെടുക്കുന്ന ആ ഒരു ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടിനുള്ള വാല്യൂ തരുന്നത് ഇതേപോലുള്ള പല കമ്പനികളുമാണ്. ആൻഡ് അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റി തരുന്ന ഹരീഷേട്ടനെ പോലെയുള്ള ആളുകൾക്ക് താങ്ക് യു ഹരീഷേട്ടാ. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ലൈറ്റ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ ഞാനൊരു ടീലിൻ്റെ ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഉള്ള സ്റ്റാൻഡാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. കാരണം ശരിക്കും എൻ്റെ കയ്യിൽ ഒരു എക്സ്ട്രാ സ്റ്റാൻഡ് കൂടി ഉണ്ട്. അത് വീട്ടിലിരിക്കുകയാണ്. അതിപ്പം പോയി എടുക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എടുക്കുന്നു. ഇതാണ് എടുക്കുന്നത്. കാരണം ഞാനത് ഷൂട്ട് ചെയ്യുന്നത് രാത്രി 3 മണിക്കാണ്. അപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അപ്പേച്ചറിൻ്റെ അമറാൻ P60C എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ പവർ കണക്ട് ചെയ്യണം. ഓക്കെ, പുറകിലായിട്ട് നമുക്കിവിടെ ആയിട്ട് നമുക്ക് ഇതിനെ
ഈ സാധനത്തിന് നമുക്ക് കൊണ്ടുവിടെ ഫിക്സ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. ശരിക്കും അവിടെ ലോക്ക് ചെയ്തങ്ങ് ഇരുന്നോളും. ഇതിൻ്റെ അഡാപ്റ്റർ നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇതിനെ ഓൺ ആക്കുക എന്നുള്ളതാണ്. ഓൺ ആക്കാനായിട്ട് ഇതാ ഇവിടെ ആയിട്ട് പവർ ബട്ടൺ ഉണ്ട്. ഓക്കെ, നമ്മൾ പവർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് എത്ര കെൽവിനിലാണ് ഈ ലൈറ്റിൻ്റെ ടെമ്പറേച്ചർ കിടക്കുന്നതെന്ന് അറിയാൻ പറ്റും. കണ്ടോ, നമുക്ക് വേണമെങ്കിൽ എൻ്റെ ഇത് 5600 അപ്പോൾ 5600 എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നീട് നമുക്ക് ഇതിനകത്ത് എത്രത്തോളം സാച്ചുറേഷൻ ആഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കിവിടെ ഒരു നോബിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നീട് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെ വേണോ കുറയ്ക്കാം. ഞാനിപ്പോൾ ഒരു 23% ഇട്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു 30 to 40% തന്നെ മതി ഇൻഡോറിലാണെന്നുണ്ടെങ്കിൽ. പിന്നെ 2 ഫാനും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാലോ, അത് ചൂട് അകത്ത് നിൽക്കാതിരിക്കാൻ. പിന്നീട് നമുക്ക് ലൈറ്റ് മോഡുകളുണ്ട്. ഞാൻ കുറച്ചുകൂടി ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയാണേ. എനിക്ക് ഇതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ബ്രൈറ്റായിട്ടാണ് കാണുന്നത്. 11% വെച്ചിട്ടുള്ളൂ. 11 തന്നെ കിട്ടില്ല. ഞാൻ അതിൻ്റെ അകത്ത് ലൈറ്റ് മോഡ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ജെല്ല് എഫക്ട്സ് വേണോ അതോ ജെല്ല് വേണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് റെഡ് കളറായിട്ടുള്ളൂ. നമുക്കിതിൻ്റെ ഹ്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സാച്ചുറേഷൻ നമുക്ക് കൂട്ടി കൊടുക്കാം. ഇനി ഇതാണ് നമ്മുടെ ടീൽ ലൈറ്റ്. നമുക്ക് ടീൽ ലൈറ്റ് കൊണ്ടുവരും. നമുക്കിതിനെ ഓരോ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ബ്ലൂ എത്രത്തോളം വേണം. കണ്ടോ, 90% ബ്ലൂ ആണിത്. 90% ബ്ലൂ ലൈറ്റ് വരുന്നതാണിത്. ഇത് പക്ക ടീൽ ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇത് ആ 90%ൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. നമുക്കൊരു 60 ബ്ലൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടീൽ. അതുപോലെ തന്നെ ഈ സാധനത്തിന് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് ഇതിനെ വയർലെസ്ലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിനകത്ത് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള പരിപാടി. ഫോർ എക്സാമ്പിൾ, ഇതെങ്ങനെ ഈ ലുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ഇതിനൊന്ന് പ്ലേസ്മെൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ആ ഒരു ലൈറ്റ് എൻ്റെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നത്. ഭയങ്കര ഷാർപ്പായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഇരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ കൂടെ ഡിഫ്യൂസർ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഭയങ്കരമായിട്ട് ഡിഫ്യൂസ് ചെയ്തിട്ടായിരിക്കും ആ ലൈറ്റ് വരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈറ്റിൻ്റെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അൺബോക്സ് ചെയ്ത് എനിക്ക് ഉറക്കം വരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു ഇതേപോലെയുള്ള പല നല്ല വീഡിയോസിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും. ബൈ ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഡാം സപ്പോർട്ട്. അപ്പോൾ ബൈ.